ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുഞ്ഞി പറ ഇൻട്രോ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ നമ്മൾ ഇന്ന് ചാലക്കുടി വരെ പോവാട്ടോ. അവിടെ ഒരു മറൈൻ എക്സ്പോ നടക്കുന്നുണ്ട്. കുറച്ചധികം നാളുകളായി അവിടെ ഇത് നടക്കുന്നു, പക്ഷെ നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യത്തെ മറൈൻ എക്സ്പോ കാണാൻ നമ്മളും പോവാണ്. 12-ാം തീയതി അങ്ങാണ്ട് വരെയുള്ളൂ. അപ്പോൾ കുഞ്ഞുലക്ഷ്മിക്ക് ഭയങ്കര വിഷമമൊക്കെ ആയിട്ടിരിക്കുകയാണ്. ഞാൻ കുഞ്ഞുലക്ഷ്മിയുടെ ഡ്രസ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം. കുഞ്ഞുങ്ങി നമ്മുടെ നീതി ചേച്ചി വന്നപ്പോൾ കൊണ്ടുവന്ന ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. ഇതാണ് ഗൈസ് ആ ഡ്രസ്. വാവ്, ക്യൂട്ട്, യു ലുക്ക് സോ ക്യൂട്ട്. അപ്പം നമ്മൾ ഇന്ന് പാടത്ത് കൂടെയാണ് പോകുന്നത് കേട്ടോ. അതെ, പാടത്ത് കൂടെയാണ് നമ്മൾ. നടന്നോ? നമ്മുടെ ഏറുമാടൻ ഉണ്ട് ഗൈസ് അവിടെ. നമ്മുടെ അല്ല, നമ്മുടെ അടുത്തുള്ള ഒരു ചേട്ടനുണ്ടാക്കിയ ഏറുമാടമാണ്. അവിടെ ഇടയ്ക്ക് നമ്മൾ പോവാറുണ്ട്. അവിടെ ആ ചേട്ടനുണ്ടെന്ന് തോന്നുന്നു. ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള പാടം ഗൈസ്. കണ്ടോ നമ്മുടെ വഴികളൊക്കെ കണ്ടോ ഗൈസ്? എന്ത് ക്യൂട്ടാണെന്ന് നോക്കൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടേക്ക് വരാനായിട്ട്. ഞങ്ങളുടെ അമ്പലക്കുളം. നമ്മൾ ബസ്സിലാണ്. എങ്ങനെയോ ഞങ്ങ കണ്ടക്ടറോട് പറഞ്ഞത് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഈ സ്റ്റോപ്പില് ചക്കരയുടെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. പറയട്ടെ, ഇനി പറഞ്ഞോട്ടെ ഗൈസ്. അപ്പം നമ്മൾ ചാലക്കുടി എത്തിയിട്ടുണ്ട്. എനിക്ക് ചാലക്കുടിയിൽ ഒന്നും ഒരു സ്ഥലവും മനസ്സിലാവുന്നില്ല കേട്ടോ. ഒന്നും മനസ്സിലാവില്ല ഇവിടെ ഏത് സ്റ്റോപ്പിലാണ് ഇറങ്ങണ്ടേന്നൊന്നും. ലാസ്റ്റ് നമ്മളെ ചക്കരേനെ വിളിച്ചു. ചക്കര ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടെ എവിടെയോ ഒരു ഈ മാജിക് എക്സ്പോൻ്റെ ഒരു ബോർഡ് കണ്ടു. ഇവിടെ ഞങ്ങൾ നിൽക്കുന്നുണ്ട്. എവിടെയാണെന്നൊന്നും അറിയില്ല. നമ്മുടെ ഹൈവേ അല്ല, ഇവിടെയാണ് നിൽക്കണേ. അങ്ങനെ പയ്യെ പയ്യെ ഞാനും കുഞ്ഞിയും നടന്ന് ചക്കര വരണയ്ക്ക് മുമ്പ് നമ്മൾ സ്ഥലത്തെത്തി. ഇതാണ് ചാലക്കുടിയിൽ നടക്കുന്ന മറൈൻ എക്സ്പോ. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞിയും ഭയങ്കര ഹാപ്പിയാണ്. കാരണം കുറേ നാളുകളായി ഇത് തുടങ്ങിയപ്പോൾ തുടങ്ങി എൻ്റെ അടുത്ത് പറയാണ്, എന്നെ ഒന്ന് കൊണ്ടുപോകുമോ, നീ എന്നാ വരുന്നത്, എന്നെ കൊണ്ടുപോകണം അവിടെ എന്നൊക്കെ. അപ്പോൾ ഞാൻ വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. അതുകൊണ്ട് ആൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ഓ, ചക്കര വരുന്നുണ്ട്. ഈ ഫോൺ ഞാൻ എടുത്തിരിക്കുന്നു. ഈ ഫിഷ് ഞങ്ങളുടെ വീട്ടിലുണ്ട് ഗൈസ്.
ഇവിടെ വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മെർമെയ്ഡിനെ തന്നെയായിരുന്നു കേട്ടോ. ഞാൻ ഇതിനു മുമ്പും ഇങ്ങനെ മറൈൻ എക്സ്പോ കണ്ടിട്ടൊക്കെ ഉണ്ട്, പക്ഷേ മെർമെയ്ഡിനെ ഫസ്റ്റ് ടൈം ആയിട്ട് കാണുവാണ്. അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ക്യൂട്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ കുറേ ബേർഡ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബേർഡ്സിൻ്റെ പലതരം വെറൈറ്റീസ്, പാരറ്റ്സിൻ്റെ പലതരം വെറൈറ്റീസ്. പിന്നെ ഇവിടെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത് ഈ പാമ്പിനെ കഴുത്തിക്കോടെയൊക്കെ ചുറ്റി ഫോട്ടോ എടുക്കണം എന്നാണ്. പക്ഷേ എനിക്കതിനെ തൊട്ടപ്പോൾ തന്നെ എനിക്ക് എന്തോ അറപ്പൊക്കെ ആയി. എനിക്ക് കുഞ്ഞിയുടെ മേത്തൊക്കെ അതിനെ വെച്ച് എനിക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്കൊരു പേടി. പിന്നെ ഇതാ പലതരം പാമ്പുകളുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടു. പിന്നെ നെക്സ്റ്റ് ബേർഡ് സെക്ഷൻ തന്നെയായിരുന്നു. പ്രാവുകളുടെ വെറൈറ്റീസ്, ഒരുപാട് വെറൈറ്റി പ്രാവുകളുണ്ടായിരുന്നു. പിന്നെ എലികളുടെ കുറേ വെറൈറ്റികളുണ്ടായിരുന്നു. എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് എലികളുടെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എലികളിങ്ങനെ ഇപ്പോൾ അവിടെ കിടന്ന് പ്രസവിച്ച് കുറേ എലിക്കുഞ്ഞുങ്ങളുണ്ടായി. പിന്നെ അതുപോലെ തന്നെ എല്ലാം അവിടെ വെച്ച് തന്നെ കുറേ നാളുകളായല്ലോ എക്സ്പോ തുടങ്ങിയിട്ട്. അപ്പോൾ അവിടെ വെച്ച് തന്നെ അവർ പ്രസവിച്ച് കണ്ടോ എത്ര കുഞ്ഞുങ്ങളാണെന്ന് നോക്കി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് വൈറ്റ് കളറിലുള്ള എലീനെ വേണമെന്നുണ്ട്. എൻ്റെ ഒരു കസിൻ്റെ വീട്ടിലുണ്ട്. ഞാൻ പറ്റിയ ഇനി അവിടെ പോകുമ്പോൾ ഞാൻ എന്തായാലും എടുത്തിട്ട് വരും. നല്ല ക്യൂട്ടാണ് കാണാനായിട്ട്. ഹോളി ജാക്സന്റെ ചക്കര എന്തിനാ ബുക്ക് നോക്കണേ? ഇവളൊക്കെ വായനാശീലം തുടങ്ങി. മോളെന്തിനാ ഇതൊക്കെ നോക്കണേ? ഇതെനിക്ക് വാങ്ങിക്കണം. ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് ആരുടെ ബുക്കാ അത്? ഇവരുടെ ഭയങ്കര ഫേമസ് ആണ്. ഇതാണ് നമ്മൾ വായിക്കേണ്ട ബുക്ക്. എടി ആ വാച്ചൊന്ന് കൈ മാറി. പാനിപൂരി അങ്ങനെ വലിയ കാര്യമായിട്ട് എന്താ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എക്സ്പോയിൽ എനിക്കൊന്നും തോന്നിയില്ല. പ്രത്യേകിച്ച് കുറച്ച് മീനുകളും പിന്നെ കുറച്ച് ബേർഡ്സ്, ആനിമൽസ്, അങ്ങനെ കുറച്ച് ഷോപ്പൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഇതിനു മുമ്പും കണ്ടത് വെച്ച് നോക്കുമ്പോൾ വളരെ കുറവായിരുന്നു ഇവിടെ. പക്ഷെ എങ്കിലും എനിക്കിഷ്ടപ്പെട്ടു. ഞങ്ങൾ പിന്നെ ഇവിടെ നിന്ന് നേരെ ഇറങ്ങി ജ്യൂസിയിലോട്ട് വന്നേക്കുവാണ് എന്തെങ്കിലും കഴിക്കാം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ പനനങ്കില്ലേ, നമ്മുടെ നൊങ്ക് സ്പെഷ്യൽസ് ആണ് കേട്ടോ. അപ്പം ഞങ്ങൾ നേരെ ഉള്ളിൽ കയറി ഞങ്ങൾ നന്നായി വിശക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. നമ്മളവിടെ എക്സിബിഷൻ സെൻറ്ററിൽ നിന്നൊന്നും അവിടെ നിന്നൊന്നും വാങ്ങിച്ചൊന്നുമില്ല എക്സ്പോന്ന്. എനിക്ക് സമാധാനം വിശ്വസിക്കുന്നു ഇല്ല. നമ്മൾ ജ്യൂസി ഫുഡ്സിൽ വന്നിട്ടുണ്ട് അന്ന് വന്ന പോലെ. കുഞ്ഞിക്ക് ഇതൊക്കെയാണ് ഒരു സന്തോഷം. ആകെയുള്ള ഒരു സന്തോഷം ഇതൊക്കെയാണ്. ഇതുപോലെ രാത്രി പുറത്തിറങ്ങണം. അതല്ലെങ്കിൽ ഞാനില്ലെങ്കിൽ ഇതാ ഇവളാണ് ഫുൾ ടൈം. ഇവർ രണ്ടുപേരാണ് പുറത്ത്. കുഞ്ഞൊന്ന് ടേസ്റ്റ് ചെയ്ത് ബൂസ്റ്റ്. നങ്ക് സ്പെഷ്യൽ പനനങ്ക് കഴിച്ചു നോക്കിയടി. ചുമയും തൊണ്ടവേദനയും ഒക്കെ ഉള്ളതല്ലേ? എങ്ങനെയുണ്ട്? സൂപ്പർ. അപ്പം നമ്മൾ 2 മിഠായി വാങ്ങി വന്നതാണ്. നമുക്ക് കണ്ണന് മിഠായി വാങ്ങിച്ചു കൊടുക്കണം. എനിക്ക് മിഠായി വാങ്ങിച്ചു തരണം. ചക്കരയ്ക്ക് വെളിച്ചെണ്ണ മേടിക്കണം. സോ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ വന്നേക്കാണ്. എല്ലാവരും പറഞ്ഞേ.
ഐശുവിന്റെ ചാനല് പറ. സബ്സ്ക്രൈബ് ചെയ്യണം പറഞ്ഞേ. ഓക്കേ ഓക്കേ ഗൈസ് പറഞ്ഞേ. കണ്ണ പ്ലീസ് കണ്ണ ഒരു ബായ് പറ. ഓക്കേ താങ്ക് യു. ബായ് ബായ് തന്നെ. ടാറ്റ തന്നെ. ഒരു ടാറ്റ. ടാറ്റതാ. ഗുഡ് മോർണിംഗ്. ഇപ്പം സമയം കറക്റ്റ് 6:20 കേട്ടോ. രാവിലെ തന്നെ ഞാൻ വീട്ടിൽ പോവാണ് ഗൈസ്, തൃപ്പൂണിത്തറ. അപ്പോൾ ചക്കര ഞങ്ങൾ ഇന്നലെ വണ്ടി ടീച്ചറമ്മയുടെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ വണ്ടി എടുക്കാൻ പോയേക്കുക. ഇനി ഞങ്ങൾ ട്രെയിനിൽ പോകണം. ഞാൻ ആദ്യമായിട്ടല്ല, നമ്മൾ ഗുരുവായൂരൊക്കെ പോകുമ്പോൾ ഈ നേരത്ത് പോകാറുണ്ട്. പക്ഷേ ഈ നേരത്ത് കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ട്രെയിനിൽ പോകുന്നത്. ട്രെയിൻ മാത്രമല്ല വണ്ടിയിലായാലും പോകുന്നത്. ഭയങ്കര തണവാണ് കേട്ടോ. നോർമലി ഒരു 7:30 എണീക്കാം. അപ്പോൾ ഗൈസ് വീട്ടിൽ പോയിട്ട് കാണാം. ഇവിടുത്തെ ഒരു കാഴ്ച കാണിച്ചതാണ്. അവിടേക്ക് പോകുമ്പോൾ നീ കാണിച്ചു.